السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി മനുഷ്യകുലത്തിന്റെ ശത്രുവായ പിശാച് സ്വീകരിക്കുന്ന മാർഗങ്ങളെ സംബന്ധിച്ചും അവൻ സ്വീകരിക്കുന്ന രീതികളെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം ചർച്ച ചെയ്യുകയുണ്ടായി. വിശ്വാസപരമായും മാനസികമായും വസ്വാസിലൂടെ മനുഷ്യനെ നശിപ്പിക്കുന്ന പോലെ തന്നെ ശാരീരികമായും മനുഷ്യനെ പ്രയാസപ്പെടുത്തുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നിലക്ക് ശാരീരികമായുള്ള പ്രയാസങ്ങൾ പിശാച് മനുഷ്യന് ഉണ്ടാക്കുന്നതും ആ മനുഷ്യനെ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും തെറ്റിച്ചു കളയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതിനാണ് സിഹ്ർ ബാധ എന്ന പേരിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതുമായ ആ വിഷയം. ഇനി നമുക്ക് സംസാരിക്കുവാനുള്ളത് ജിന്നുബാധയെ സംബന്ധിച്ച പലപ്പോഴായി സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ യഥാർത്ഥമായ അറിവ് ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ജിന്നുബാധ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസുകളിലെല്ലാം സൂചിപ്പിച്ച പ്രകാരം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലും പ്രമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. നാനാഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന സംസാരങ്ങളും അല്ലെങ്കിൽ പ്രമാണത്തിന് വിരുദ്ധമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു ഒരു വിഷയത്തിൽ എന്തു പറയുന്നു അത് മാത്രമാണ് നമ്മുടെ മാനദണ്ഡം.
ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുന്നു അതുമാണ് നമ്മുടെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ജിന്നുബാധയെ സംബന്ധിച്ചും അതിന്റെ ഏതാനും ചില മേഖലകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ വചനം, അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അല്ലദീന യഅകുലൂന റിബാ, പലിശ തിന്നിരുന്ന ആളുകൾ, ലാ യഖൂമൂന, അവർ എണീക്കുകയില്ല, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചു ബാധ മൂലം മറിഞ്ഞു വീഴുന്ന പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി എണീക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നിരുന്ന വ്യക്തികൾക്ക് എണീക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിൽ 275-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പൂർവികരായ മുഫസ്സിറുകൾ എല്ലാം തന്നെ പഠിപ്പിക്കുന്നത് ജിന്ന് അതൊരു യാഥാർത്ഥ്യമാണ് എന്നും മനുഷ്യരിൽ അത് പ്രവേശിക്കുമെന്നും അങ്ങനെ പല നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യർക്ക് ഉണ്ടാക്കും എന്നുള്ളതുമാണ്. ഇമാം ഖുർത്തുബി ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ, ഈ ആയത്തിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? അലാ ഫസാദി മൻ അൻകറ സ്വർഅ മിൻ ജിഹത്തിൽ ജിന്നി, ജിന്നിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യനിൽ പിടുത്തം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ മനുഷ്യനെ ജിന്ന് ബാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഈ വചനത്തിൽ, ഈ ആയത്ത് ജിന്ന് ബാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് എന്ന് മാത്രമല്ല, ജിന്ന് ബാധിക്കുമെന്ന് പറയുന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ വചനം. വസഅമ അന്നഹു മിൻ ഫിഅലി തബായിഇ വഅന്ന ശൈത്വാന ലാ യസ്ലുകു ഫിൽ ഇൻസാനി വലാ യകൂനു മിൻഹു മസ്സുൻ, പിശാചിൽ നിന്ന് ബാധയുണ്ടാവുകയില്ല, പിശാച് മനുഷ്യനിൽ പ്രവേശിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള മറുപടിയാണ് ഈ ആയത്ത് എന്ന് ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ഇമാം തൊബരി റഹിമഹുല്ല അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഫഖാല ജല്ല സനാഉഹു للذين يربون الربا الذي وصفنا صفته في الدنيا لا يقومون في الآخرة من قبورهم إلا كما يقوم الذي يتخبطه الشيطان من المس. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ള പലിശ തിന്നുന്ന ആളുകൾ, ആ വിഭാഗം ആളുകളുടെ പരലോകത്തുള്ള അവസ്ഥയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതായത് അവർ ലാ യഖൂമൂന ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് എണീറ്റ് വരാൻ സാധിക്കുകയില്ല, മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന്, ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് പിടികൂടിയിട്ടുള്ള, പിശാച് ബാധ ഏറ്റിട്ടുള്ള ഒരു വ്യക്തി എപ്രകാരമാണോ എണീറ്റു നിൽക്കുക, അവനെപ്പോലെ മാത്രമേ പലിശ തിന്നിരുന്ന ആളുകൾക്ക് ഖബറിൽ നിന്ന് എണീറ്റ് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ നിന്നും മനുഷ്യന്റെ അവസ്ഥ മാറുകയും അവന് സ്വന്തം എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ആടുകയും ഉലയുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥ പിശാച് ബാധ ഏറ്റിട്ടുള്ള ആളുകൾ കാണുവാൻ സാധിക്കും. ആ നിലക്കാണ് പലിശ തിന്നിരുന്ന ആളുകൾ പരലോകത്ത് വരിക എന്ന് മാത്രമല്ല, അദ്ദേഹം വീണ്ടും തുടരുന്നു, യഅനി ബിദാലിക യതഖബ്ബലുഹു ശൈത്വാനു ഫിദ്ദുനിയ ഫയസ്റഉഹു മിനൽ മസ്സി യഅനി മിനൽ ജുനൂൻ. പിശാച് ഒരു വ്യക്തിയെ പിടികൂടി കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പിശാച് ഒരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവനെ മറിച്ചിടുകയും അവനെ തകർക്കുകയും അതിലൂടെ ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ അവൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഈ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ പലിശ തിന്നുന്ന ആളുകളുടെ അവസ്ഥ പരലോകത്തെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇമാം തൊബരിയെ പോലെ തന്നെ ഒരുപാട് മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ആലൂസി പറയുന്നു, ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഇവിടെ അൽ മസ് എന്നുള്ള പദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പർശനം എന്നാണ്. മസ്സ എന്ന് പറഞ്ഞാൽ തൊടുക, സ്പർശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ആ പദം ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു, അസ്ലുഹു അല്ലംസു ബിൽ യദ്, കൈ കൊണ്ട് സ്പർശിക്കുന്നതിനാണ് മസ്സ എന്ന് പറയുക.
ഈ ആയത്തിലും അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ സ്പർശനം ഉണ്ടാകുന്ന എന്നുള്ള പദം വന്ന ആ മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലംസു ബിൽ യദ്, കൈകൊണ്ടുള്ള സ്പർശനമാണ്. വസുമ്മിയ ബിഹി, ഈ പദം ഇവിടെ ഉപയോഗിക്കുവാനുള്ള കാരണം അല്ലെങ്കിൽ ഈ പേര് പറയുവാനുള്ള കാരണം ലിഅന്ന ശൈത്വാന, നിശ്ചയമായും പിശാച് ഖദ് യമസ്സു റജുല, മനുഷ്യനെ സ്പർശിക്കും. വഅഖ്ലതഹു വഇഖ്ലാതുഹു മുസ്തഅബ്ദത്തുൻ ലിൽ ഫസാദി ഫതഫ്സുദു, മനുഷ്യനെ സ്പർശിക്കുക മാത്രമല്ല മനുഷ്യരിൽ ഇഴുകിച്ചേരും, മനുഷ്യരിൽ പ്രവേശിക്കും, അങ്ങനെ അവന്റെ പ്രകൃതിയിൽ മാറ്റം വരുത്തും. അങ്ങനെ ചില കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരുകയും പിശാച് ബാധ ഏറ്റ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുകയും വയഹ്ദുസുൽ ജുനൂൻ, ഭ്രാന്തി എന്ന് പറയുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. പറഞ്ഞു വരുന്നത് മുഫസ്സിറുകളെല്ലാം തന്നെ പലിശ തിന്നുന്ന വ്യക്തിയുടെ ഉദാഹരണം പറഞ്ഞു വരുന്നത് പിശാച് ബാധ ഏറ്റ വ്യക്തി എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അറിയിക്കുന്ന വചനം. ഇനി സുന്നത്തിൽ ഹദീസുകളിൽ ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ ഉണ്ടായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള, കണ്ടറിഞ്ഞിട്ടുള്ള, കേട്ടറിഞ്ഞിട്ടുള്ള സ്വഹാബിമാർ അത് നമ്മെ പഠിപ്പിക്കുകയും അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസ് ഇപ്രകാരം മനസ്സിലാക്കാം. അൻ യഅല ബിൻ മുറ റളിയല്ലാഹു അൻഹു ഖാൽ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാസൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 3 കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഒരു സംഭവം. അദ്ദേഹം പറയുന്നു, ലഖദ് ഖറജ്തു ഫീ സഫരിൻ, ഞാൻ ഒരു യാത്രയിൽ പുറപ്പെട്ടു. ഞങ്ങൾ യാത്രയിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഹത്താ ഇദാ കുന്നാ ബിബഅദി ത്വരീഖ്, ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറർനാ ബിംറഅത്തിൻ ജാലിസത്തിൻ മഅഹാ സുബിയുൻ ലഹാ, ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു. ആ സ്ത്രീ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. മഅഹാ സുബിയുൻ ലഹാ, ആ സ്ത്രീയുടെ കൂടെ അവരുടെ കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹാദാ സുബിയുൻ അസ്വാബഹു ബലാഉൻ, ഈ കുട്ടിക്ക് ചില പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു. വ അസ്വബിനാ മിൻഹു ബലാഉൻ, കുട്ടിക്ക് മാത്രമല്ല ഈ കുട്ടിക്ക് ഈ പ്രയാസം ബാധിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. യുഖദു ഫിൽ യൗമി, ഒരു ദിവസം തന്നെ ഈ കുട്ടിയെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി പിടിക്കപ്പെടുന്നു, കുട്ടിയെ ബാധിക്കുന്നു. മാ അദ്രി കം മർറാം, എത്ര തവണയാണെന്ന് അറിയാൻ പോലും സാധ്യമല്ല. അത്രത്തോളം ഈ കുട്ടിയെ ഒരു ദിവസം പല തവണയായി ബാധ ഉണ്ടാകുന്നുണ്ട്, കുട്ടിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് സ്ത്രീ വന്നുകൊണ്ട് വിവരമറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറഞ്ഞു, നാവിൽനീഹി, ഇങ്ങോട്ട് കൊണ്ടുവരൂ ആ കുട്ടിയെ. അങ്ങനെ ഫറഫഅതുഹു ഇലൈഹി, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കുട്ടിയെ എത്തിച്ചു കൊടുത്തു. ഫജഅലതുഹു ബൈനഹു വബൈന വാസിതത്തുർ റഹിൽ, പ്രവാചകന്റെ ഒട്ടകക്കട്ടിലിന്റെയും ഇടക്ക് ആ കുട്ടിയെ ഇരുത്തി. തുമ്മ ഫഗറഫാഹു, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വാ തുറക്കുകയും ഫനഫസ ഫീഹി സലാസൻ, 3 തവണ ആ കുട്ടിയുടെ വായിലേക്ക് ഊതുകയും ചെയ്തു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, ബിസ്മില്ലാ അന അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ഇഖ്സ അദുവല്ലാ, അല്ലയോ അല്ലാഹുവിന്റെ ശത്രുവേ, നീ നിന്ദനാകൂ, അപമാനിതനാകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഈ വാക്ക് പറഞ്ഞ ശേഷം, അതായത് ബിസ്മില്ലാ അന അബ്ദുല്ലാ ഇഖ്സ അദുവല്ലാ, അല്ലാഹുവിന്റെ ശത്രുവേ നീ നിന്ദനാകൂ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ നാമത്തിൽ എന്നുള്ള ഈ പദങ്ങൾ ഉച്ചരിച്ച ശേഷം തുമ്മനാവലഹാ ഇയ്യാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ അവർക്ക് ആ സ്ത്രീക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇദാ ലഖീനാ ഫിർ റജ്അതി ഫീ ഹാദൽ മക്കാൻ, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഞങ്ങളെ കാണുകയാണെങ്കിൽ ഫഅഖ്ബിരീനാ മാ ഫഅല, ഈ ഞങ്ങളെ വിവരം അറിയിക്കണം, എന്താണ് ഉണ്ടായത് എന്ന്, വല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങളെ വിവരം അറിയിക്കണം. ഖാല, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, ഫദഹബിനാ, അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു. വറജഅനാ, തിരിച്ചു വരികയാണ്. ഫവജദ്നാഹാ ഫീ ദാലികൽ മക്കാൻ, അതേ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ആ സ്ത്രീയെ കണ്ടു. മഅഹാ ശിയാഹുൻ സലാസ്, അന്ന് ആ സ്ത്രീയുടെ കൂടെ 3 ആടുകൾ ഉണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഫഅല സുബിയുക്കി, എന്താണ് കുട്ടിയുടെ വിശേഷം, ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഫഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹു തന്നെയാണ് സത്യം,
ഈ നിമിഷം വരെ അങ്ങ് ആ പ്രാർത്ഥന ചൊല്ലി വായിലേക്ക് ഊതിയ ശേഷം നിങ്ങൾ പിരിഞ്ഞു പോയല്ലോ, അതിനുശേഷം ഈ നിമിഷം വരെ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഈ ആടുകളെ നിങ്ങൾ എടുത്തുകൊള്ളുക, അതിനെ നിങ്ങൾ അറുത്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറയുകയുണ്ടായി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻസിൽ, തന്റെ കൂടെയുള്ള സ്വഹാബിയോട്, ഇൻസിൽ ഖുദ് മിൻഹാ വാഹിദ, വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കോ, എന്നിട്ട് അതിൽ നിന്ന് ഒരു ആടിനെ എടുത്തോ, വറുദ്ദൽ ബഖിയ, ബാക്കിയുള്ള ആടുകളെ തിരിച്ചു കൊടുക്കുക. 3 ആടുകളുമായി വന്ന ആ സ്ത്രീക്ക് 2 എണ്ണം തിരിച്ചു കൊടുക്കുകയും 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും അനുയായികളും കൂടി എടുക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിൽ കാണുവാൻ സാധിക്കുന്നത്. ഇമാം അഹ്മദും ഇമാം തൊബ്രാനിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിലെ പരമ്പരയിലുള്ള ആളുകൾ റിജാലുഹു റിജാലുസ് സിഹാഹ്, സഹീഹായ പരമ്പരയിലുള്ള, സഹീഹായ ഹദീസിന്റെ പരമ്പരയിലുള്ള ആളുകളാണ് ഈ ഹദീസിന്റെ പരമ്പരയിലും ഉള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മാത്രമല്ല ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിലും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് സഹീഹായ ഹദീസാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വായിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ ഇറങ്ങിപ്പോകൂ, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നാണ്. അതായത് തൊട്ട് മുമ്പത്തെ റിവായത്തിൽ, തൊട്ട് മുമ്പുള്ള റിപ്പോർട്ടിൽ ഇഖ്സ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ നീ നിന്ദനാകൂ, അപമാനിതനാകൂ എന്നുള്ള പദത്തിന് പകരം ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ ഇറങ്ങിപ്പോകൂ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു വ്യക്തിയോട് ഇറങ്ങിപ്പോകി എന്നുള്ള ആ വിഷയം കാര്യം പറയണമെങ്കിൽ, ഇറങ്ങണമെങ്കിൽ അവിടെ ഉള്ള ആളോടാണ് ഇറങ്ങാൻ പറയേണ്ടത്. എന്റെ വിഷയം അതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അത് പ്രവാചകന്റെ മോചിതത്താണോ, പ്രവാചകൻ മാത്രം ചെയ്യേണ്ട കാര്യമാണോ, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഉഖ്റുജി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ ശരീരത്തിൽ ജിന്ന് ഉണ്ട് എന്നുള്ളതാണ്. അകത്തുള്ള ഒരു വ്യക്തിയോടാണ് ഉഖ്റുജ് എന്ന് പറയുക, പുറത്തു പോകി എന്ന് പറയുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉഖ്റുജി എന്നുള്ള ആ പദം സൂചിപ്പിക്കുന്നത് ആ കുട്ടിയുടെ ശരീരത്തിൽ പിശാച് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉഖ്റുജി എന്നുള്ള ആ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചത്. ഇമാം തൊബറാനിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ ഈ സംഭവം, ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കുന്നത്, ആ സ്ത്രീ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഹാദാ ഇബ്നി, എന്റെ ഈ മകൻ ഖദ് ഗലബനി എന്റെ ഈ കുട്ടിയുടെ കാര്യത്തിൽ പിശാച് വിജയിച്ചിരിക്കുന്നു, പിശാച് അതിരുകവിഞ്ഞിരിക്കുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് ഇമാം തൊബ്രാനിയുടെ ഹദീസിലും കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ജിന്ന് പ്രവേശിക്കും. അതൊരു സത്യമാണ്. അത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട വിഷയമാണ്. മറ്റൊരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാലലി ഇബ്നു അബ്ബാസ്, എന്നോട് ഒരു ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അലാ ഉരീകം റഅതം മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയെ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ബല, തീർച്ചയായും അങ്ങ് എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്ന ഒരു സഹോദരിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഹാദിഹിൽ മർഅതു സൗദാഉ, ആ കാണുന്ന കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള ആ സ്ത്രീ, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നി അസ്റഉ, ഞാൻ ചിലപ്പോൾ വീഴാറുണ്ട്, അപസ്മാര രോഗം പോലെയുള്ള ആ തകർന്നു വീഴൽ, അങ്ങനെ ഞാൻ വീഴാറുണ്ട്. വ ഇന്നി അതകശഫു, അങ്ങനെ ഞാൻ വീഴുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്ന് ആ സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയോട് പറഞ്ഞു, ഇൻ ശിഅതി സ്വബർതി, നീ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾ ക്ഷമിക്കുക, അങ്ങനെ ക്ഷമിക്കുകയാണ് എങ്കിൽ വലക്കിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇനി വൈൻ ശിഅതി, അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അൻ യുആഫീകി, നിങ്ങൾക്ക് ആഫിയത്ത് ലഭിക്കാൻ, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, അല്ല നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, അസ്ബിറു, എങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഈ ഒരു പ്രയാസത്തിലൂടെയും ഈ ഒരു രോഗത്തിലൂടെയും ഞാൻ ക്ഷമിക്കുന്നു എങ്കിലും അതിന്റെ ഫലമായി നാളെ പടച്ച തമ്പുരാൻ എനിക്ക് സ്വർഗം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ക്ഷമിക്കാനും തയ്യാറാണ്.
അപ്പോൾ ആ സ്ത്രീ വീണ്ടും പറയുന്നു, ഫഖാലത്ത് ഇന്നി അതകശഫ്, പക്ഷേ പ്രവാചകരെ, ഞാൻ ഈ അസുഖം കാരണം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നുണ്ട്, അത് മറ്റുള്ള ആളുകൾ കാണാൻ ഇടയായി വരും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല അതകശഫ്, ഞാൻ അഥവാ വീണാൽ തന്നെ, ഈ രോഗം ബാധിച്ച് ഞാൻ നിലത്തു വീണാൽ എന്റെ വസ്ത്രം നീങ്ങാൻ പാടില്ല, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇവിടെ പ്രവാചകന്റെ മുമ്പിൽ ഒരു സഹോദരി വരുന്നു. ആ സഹോദരിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട്, അവർ ചിലപ്പോൾ വീഴാറുണ്ട്, അങ്ങനെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട്. ഈ പ്രശ്നവുമായിട്ടാണ് പ്രവാചകന്റെ മുമ്പിൽ വരുന്നത്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇമാം ബുഖാരി തന്നെ കിതാബുൽ മർല, രോഗത്തിന്റെ അധ്യായം എന്ന് പറയുന്ന ആ അധ്യായത്തില് ഈ വന്ന സ്ത്രീയുടെ പേര് ഉമ്മു സഫർ എന്നാണ് എന്ന് സൂചിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അതായത് പ്രവാചകന്റെ മുമ്പിലേക്ക് തന്റെ രോഗത്തിന്റെ പരാതിയുമായി വന്ന ആ സ്ത്രീയെ സംബന്ധിച്ച് ഇമാം ബുഖാരി തന്നെ ആ സ്ത്രീയുടെ പേര് ഉമ്മു സഫർ എന്നാണ് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബുഖാരിയുടെ പ്രശസ്ത വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, ഇമാം ബസാറിന്റെ അടുക്കൽ മറ്റൊരു വഴിയിലൂടെ, മറ്റൊരു തരീഖയിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഫീ നഹ്വി ഹാദിഹിൽ ഖിസ്സ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം മറ്റൊരു പരമ്പരയിലൂടെ, മറ്റൊരു വഴിയിലൂടെ ഇബ്നു അബ്ബാസിൽ നിന്നും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അത് ഇമാം ബസാർ തന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അതിൽ ആ ഹദീസിലുള്ളത് അന്നഹാ ഖാലത്ത്, ആ സ്ത്രീ പറയുന്നു, ഇന്നി അഖാഫുൽ ഖബീസ അൻ യുജരിദനി, ഞാൻ പ്രവാചകരെ ഖബീസ് എന്റെ വസ്ത്രം നീക്കിക്കളയുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളത് എന്റെ വസ്ത്രം നീങ്ങിപ്പോകും എന്നുള്ള പദം മാത്രമേ ഉള്ളൂ. പക്ഷേ അതേ വിഷയത്തിൽ മറ്റൊരു പരമ്പരയിലൂടെ വന്നിട്ടുള്ളത് ഇന്നി അഖാഫുൽ ഖബീസ അൻ യുജരിദനി, ഖബീസ് എന്റെ വസ്ത്രം നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ പിശാചിനെ കുറിച്ചാണ് സൂചന. അപ്പൊ പിശാചി എന്റെ വസ്ത്രം നീക്കും എന്നതിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ആ വിശദീകരണത്തിലും ഇമാം ബസാർ കൊടുത്ത വിഷയം കൊടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു ഹജർ പറയുന്നു, വഖദ് യൂഖദു മിനത് തുറുഖില്ലതി ഔറത്തുഹാ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പല വഴികളും പല പരമ്പരകളും ഉണ്ടല്ലോ, അത് എല്ലാം മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം അന്നല്ലദീ കാന ബി ഉമ്മി സഫർ, ഈ ഉമ്മു സഫറിന് ബാധിച്ചിരുന്ന രോഗം കാന മിൻ സർഇൽ ജിന്നി, അത് ബാധയായിരുന്നു, സാധാരണ നിലക്കുള്ള രോഗത്തിന്റെ ആ വീഴലല്ല, മറിച്ച് പിശാച് ബാധയേറ്റുകൊണ്ടുള്ള വീഴലായിരുന്നു ഉമ്മു സഫറിന് ഉണ്ടായിരുന്നത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ സാധാരണയായി നമ്മൾ കേട്ടിട്ടുള്ള പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ടും പരാതി പറഞ്ഞ അല്ലെങ്കിൽ വിഷമം പറഞ്ഞ ആ സ്ത്രീയുടെ രോഗം അത് ജിന്നുബാധയായിരുന്നു എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നത്. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? മനുഷ്യരിൽ ജിന്ന് പ്രവേശിക്കും, മനുഷ്യനെ മറിച്ചിടാൻ സാധിക്കും, മനുഷ്യരെ പ്രയാസപ്പെടുത്തുവാനും അവനെ ക്ഷീണിപ്പിക്കുവാനും അവനെ ബുദ്ധിമുട്ടിപ്പിക്കുവാനും പിശാചിന് സാധിക്കും. അത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള ചില സംവിധാനങ്ങൾ മാത്രമാണ്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പ്രകാരം അത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മാത്രം നടക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ അതും സംഭവിക്കുന്ന കാര്യമല്ല. അവിടെയും അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ട്. പിന്നെ എന്തിനാണ് സംഭവിക്കുന്നത്? അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് അഭയം തേടുന്നുവോ? അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നുവോ? അതോ തെറ്റായ വിശ്വാസങ്ങളിലേക്കും തെറ്റായ വഴികളിലേക്കും മനുഷ്യൻ നീങ്ങുന്നുവോ എന്നുള്ള പരീക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, മറ്റൊരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഫിസ് സ്വലാത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് ചെന്നാൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം വഹമസിഹി
വനഫഖിഹി വനഫസിഹി. പിശാചിന്റെ ഹമസയിൽ നിന്നും അവന്റെ നഫഖിൽ നിന്നും അവന്റെ നഫസിൽ നിന്നും, അതായത് പിശാചിനാൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, അതിന് പല വിശദീകരണങ്ങൾ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട്. അഹങ്കാരം, കിബ്രിയ എന്നൊക്കെ പല വിശദീകരണങ്ങൾ കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു. ഈ ഹദീസിൽ വന്ന അള്ളാഹുവേ പിശാചിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു വഹമസിഹി, അവന്റെ ഹമസിൽ നിന്ന് എന്ന് പറഞ്ഞല്ലോ. ആ ഹമസ് എന്താണ് എന്ന് ഇബ്നു കസീർ വിശദീകരിക്കുന്നു. ഫഹമസിഹി എന്ന് പറഞ്ഞാൽ അൽ മൗതതു വഹുവൽ ഖൻഖുല്ലദീ ഹുവസ്സർഉ. പിശാച് മനുഷ്യനെ പിടികൂടുകയും മനുഷ്യനിൽ ആധിപത്യം ചെലുത്തുകയും അങ്ങനെ ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയും അവനെ മറിച്ചിടുകയും ചെയ്യുന്ന ആ ബാധക്കാണ് ഹമസിഹി എന്ന് ആ ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്. അൽ ബിദായ വൻ നിഹായയിൽ 1-ാം വാള്യം 61-ാമത്തെ പേജിൽ. അപ്പോ പിശാച് ബാധ ഒരു സത്യമാണ്, ജിന്ന് മനുഷ്യനിൽ പ്രവേശിക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഹദീസുകളിലൂടെ അതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അൻ അബിൽ യുസ്ർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്ഉ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ പെട്ടതായിരുന്നു. പലപ്പോഴും പല ആവശ്യങ്ങൾക്കും അതേപോലെ പൊതുവായും പ്രവാചകൻ പലപ്പോഴും പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഭാഗമായി കൊണ്ട് പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഇതുകൂടി കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം. അല്ലാഹുവേ, ഞാൻ വാർദ്ധക്യത്തിൽ നിന്ന് നിന്നോട് ശരണം തേടുന്നു. വാർദ്ധക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങേയറ്റത്തെ വാർദ്ധക്യം, ആളുകൾ പ്രയാസപ്പെടുന്ന, മറ്റുള്ള ആളുകൾ നമ്മെ ശുശ്രൂഷിച്ചിട്ടും പരിലാളിച്ചുകൊണ്ടും പ്രയാസപ്പെടുന്ന ആ നിലക്കുള്ള വാർദ്ധക്യത്തിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. വത്തറബ്ദി, അതേപോലെ ഉയരങ്ങളിൽ നിന്ന് വീണ് താഴോട്ട് വീണ് മരിക്കുന്നതിൽ നിന്നും, വൽ ഹദ്മി വൽ ഗമ്മി വൽ ഹറഖി വൽ ഗർഖി, അതേപോലെ തന്നെ കെട്ടിടം തകർന്ന് ശരീരത്തിൽ വീണ് മരിക്കുന്നതിൽ നിന്നും, അതേപോലെ കത്തി മരിക്കുന്നതിൽ നിന്നും മുങ്ങി മരിക്കുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്വാൻ, പിശാചി എന്നെ ബാധിക്കുന്നതിൽ നിന്നും, പിശാചി എന്നെ പിടികൂടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇൻദൽ മൗത്ത്, പ്രത്യേകിച്ചും മരണസന്ദർഭത്തിൽ. വഅൻ ഉഖ്തല ഫീ സബീലിക മുദ്ബിറാ, നിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കൊണ്ട് കൊല ചെയ്യപ്പെടുന്നതിനെയും അതിനെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ മാർഗത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞുകൊണ്ട് എനിക്ക് ഓടേണ്ട അവസ്ഥയുണ്ടാകരുത്, ഞാൻ മുന്നിട്ടുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅൻ ഉഖ്തല ഫീ സബീലിക മുദ്ബിറാ, നിന്റെ മാർഗത്തിൽ പിന്തിരിഞ്ഞോടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അൻ അമൂത ലദീഗാ, വിഷജീവികളുടെ കുത്തേറ്റുകൊണ്ട് മരിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. ഇമാം അബൂദാവൂദും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഹദീസിലും പിശാച് ബാധയിൽ നിന്നും പിശാചിന്റെ പിടുത്തത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം ചോദിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം പിശാച് ബാധ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വസ്തുത ഉള്ളത് കൊണ്ടാണ് അതിനെതിരിൽ അതിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നിർവഹിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ അൻ ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കുറച്ചു കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ത്വായിഫിലെ ഭരണാധികാരിയായി ഗവർണറായി നിശ്ചയിച്ചു. അങ്ങനെ ത്വായിഫിലെ ഗവർണറായി നിശ്ചയിച്ചതിനു ശേഷം അദ്ദേഹം പറയാണ്, ജഅല യഅരിദു ലീ ശൈഉൻ ഫീ സ്വലാത്തി ഹത്താ മാ അദ്രി മാ ഉസല്ലി. എനിക്ക് എന്റെ നമസ്കാരത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ നമസ്കരിക്കാൻ നിന്നാൽ എനിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ എത്ര നമസ്കരിച്ചു, ഞാൻ നമസ്കാരത്തിൽ എന്ത് പാരായണം ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയാത്ത നിലക്ക് ഒരു പ്രയാസം എനിക്കുണ്ടാകാൻ തുടങ്ങി. എനിക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ പ്രവാചകനെ ചെന്നു കണ്ടു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബുൽ ആസ് ഇബ്നു അബുൽ ആസ്, എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ എന്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്വാൻ, അത് പിശാച, അത് പിശാചാണ്. ഉദ്നു, നീ ഇങ്ങോട്ട് അടുത്തു വാ. ഫദനൗതു മിൻഹു, അങ്ങനെ ഞാൻ പ്രവാചകന്റെ അരികിലേക്ക് ചെന്നു. ഫജലസ്തു അലാ സുദൂരി ഖദമി, എന്നിട്ട് ഞാൻ എന്റെ കാലിൽ ഇരുന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയാ, ഫളറബ സ്വദരി ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചത്ത് ഇങ്ങനെ കൊട്ടുകയുണ്ടായി, അടിക്കുകയുണ്ടായി. വതഫല ഫീ ഫമി, എന്റെ വായിൽ തുപ്പുകയും ചെയ്തു, ഊതുകയും ചെയ്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ ഇറങ്ങി പോകൂ.
അപ്പം ആ നമസ്കാരത്തിൽ പ്രയാസമുണ്ടായ, ഞാൻ എന്ത് ഓതുന്നു എന്ത് നിർവഹിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലക്ക് തന്നെ ബുദ്ധിമുട്ടിപ്പിച്ച ആ പിശാചിന്റെ പ്രശ്നമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തെ ചികിത്സിക്കുകയാണ്. ചികിത്സ എന്താണ്? പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ആ സ്വഹാബിയുടെ നെഞ്ചത്ത് പ്രവാചകൻ അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ നീ ഇറങ്ങിപ്പോകൂ. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഉഖ്റുജ് എന്ന് പറയണമെങ്കിൽ അകത്തുള്ള ആളോടാണ് ഉഖ്റുജ് എന്ന് പറയുക. ഇത് പറഞ്ഞത് പ്രവാചകനാണ്. അത് പ്രവാചകന്റെ മോചിതത്താണോ, പ്രവാചകന് മാത്രമുള്ള കാര്യമാണോ? അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ പറയുന്ന വിഷയം ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ ഇറങ്ങിപ്പോകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ശരീരത്തിനകത്ത് പിശാച് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ആവർത്തിച്ച് ചെയ്തു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇൽഹഖ് ബി അമലിക, നീ പോയിക്കൊള്ളുക, ഇനി നീ നിന്റെ പ്രവർത്തനം തുടർന്നു കൊള്ളുക. എന്നിട്ട് ഉസ്മാൻ പറയാ, ഫല അംരി മാ അഹ്സിബുഹു ഖാലതനി ബഅദു, പിന്നെ ഞാൻ പോയി, അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ എനിക്ക് ഉണ്ടായതായി അനുഭവപ്പെട്ടിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ പരമ്പരയും സഹീഹാണ് എന്ന് പണ്ഡിതന്മാരെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഹദീസ് കൂടി പരിശോധിക്കാം. അൻ ഖാരിജ് ഇബ്നു സൽത്ത് അൻ അമ്മിഹി, ഖാരിജ് ഇബ്നു സൽത്ത് പറയുകയാണ്, അദ്ദേഹത്തിന്റെ യളാപ്പയിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്നഹു അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു, മുസ്ലിം ആയിരുന്നില്ല. വന്നിട്ട് ഫാസ്ലമ, പിന്നീട് മുസ്ലിമായി. തുമ്മ അഖ്ബല റാജിഅൻ, എന്നിട്ട് അദ്ദേഹം മടങ്ങി പോവുക. അങ്ങനെ മടങ്ങി പോകുന്നു മിൻ അംദിഹി, പ്രവാചകന്റെ അടുക്കൽ നിന്ന്. ഫമറ അലാ ഖൗമിൻ, അങ്ങനെ ഒരു ഖൗമിന്റെ ഒരു ജനതയുടെ അടുക്കലൂടെ പോയി. ഇംദഹും റജുലുൻ, ആ സമൂഹത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മജ്നൂനുൻ, ഭ്രാന്ത് ബാധിച്ചിട്ടുള്ള, ഭ്രാന്ത്, ആ അസുഖം ബാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മുവസ്സഖുൻ ബിൽ ഹദീദ്, ഇരുമ്പ് കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള, കെട്ടിയിട്ടിട്ടുള്ള ഒരു ഭ്രാന്തൻ ആ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫഖാല അഹ്ലുഹു, അപ്പൊ ഈ മനുഷ്യൻ, അതായത് ഈ സ്വഹാബി ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോടൊപ്പം പോവുകയാണ്. പോകുമ്പോഴാണ് വഴിക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഖൗമിനെ കാണുന്നത്. അവരിൽ ഒരു വ്യക്തിക്ക് ഭ്രാന്ത് ഉണ്ട്, ആ വ്യക്തിയെ ഇരുമ്പ് കൊണ്ട്, ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടിട്ടുമുണ്ട്. അപ്പോ ഈ ആളുകൾ ഈ സ്വഹാബിയോട് ചോദിക്കുക, ഇന്നാ ഹുദ്ദിസിന അന്ന സ്വഹിബക്കും ഹാദാ ഖദ് ജാഅ ബിഖൈരിൻ ഫഹൽ ഇൻദകും ഷൈഉൻ തദാവൂന ബിഹി, നിങ്ങൾ ഈ മുഹമ്മദ് നബിയുടെ അടുക്കൽ നിന്നാണല്ലോ വരുന്നത്, ആ മുഹമ്മദ് ഖൈർ കൊണ്ടുവന്നാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നന്മ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ശരി, ഫഹൽ ഇൻദകും ഷൈഉൻ തദാവൂന ബിഹി, ഞങ്ങളുടെ ഈ അസുഖം ബാധിച്ച, ഈ ഭ്രാന്ത് ബാധിച്ചിട്ടുള്ള വ്യക്തിക്ക് ചികിത്സിക്കാൻ വല്ലതും ഉണ്ടോ നിങ്ങളുടെ അടുക്കൽ? അപ്പോ സ്വഹാബി പറയാ, ഫറഖൈതുഹു, ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ഭ്രാന്ത് ബാധിച്ച ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് വേണ്ടി മന്ത്രിച്ചു കൊടുത്തു. ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഞാൻ മന്ത്രിച്ചത്. ഫഅതൗനി മിഅത്തു ശാത്തിൻ ഫഅതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ ബാക്കി ഭാഗവും കാണുവാൻ സാധിക്കും. അപ്പൊ ഏതായാലും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി മന്ത്രിച്ചു എന്ന, സാധാരണ അസുഖമായിട്ടുള്ള ഭ്രാന്താണെങ്കിൽ അതിന് ചികിത്സയാണ് നൽകേണ്ടത്, അതിന് മരുന്നാണ് നൽകേണ്ടത്. പക്ഷെ ഇവിടെ ജിന്നുബാധയിലൂടെയുള്ള, അല്ലെങ്കിൽ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചതിന് ശേഷമുള്ള ആ നിലക്കുള്ള ഭ്രാന്തായത് കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചു എന്ന് ഹദീസിൽ ഈ പരാമർശം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ വിശുദ്ധ ഖുർആനിലെ ആ നേരത്തെ സൂചിപ്പിച്ച വചനവും ഹദീസുകളിൽ വന്നിട്ടുള്ള ഇത്തരം പരാമർശങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഷയം, ജിന്നുബാധ എന്ന് പറയുന്നത് ഒരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരിൽ ജിന്ന് പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇനി ഈ വിഷയങ്ങൾ ഹദീസിലും ഹദീസുകളിലും ആയത്തിലും വന്നിട്ടുള്ള ഈ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്തു പറയുന്നു? നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മദ്ഹബിന്റെ ഇമാമുകളും അതേപോലെ തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നതാണ്, പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവർ ഈ വിഷയങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്, ആളുകളെ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഒരു റിപ്പോർട്ട് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയാണ്, മകന്റെ പേര് അബ്ദുള്ള എന്ന. അബ്ദുള്ള പറയുന്നു, ഞാൻ ഖുൽതു ലി അബി, എന്റെ വാപ്പയോട് ചോദിച്ചു, ഇന്ന അഖ്വാമൻ, അല്ലയോ വാപ്പ, ചില ആളുകൾ യസ്അമൂന, ഇപ്രകാരം പറയുന്നുണ്ട്, അന്നൽ ജിന്നിയ ലാ യദ്ഖുലു ഫീ ബദനിൽ ഇൻസ്, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ വാപ്പ എന്ന് മകൻ ചോദിക്കുന്നു അഹ്മദ് ബിൻ ഹംബലിനോട്. ഫഖാല, അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ മോനെ, യക്ദിബൂൻ, അവർ കളവ് പറയുകയാണ്.
മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നത് കളവാണ്. നീ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ ജിന്ന് മനുഷ്യനിൽ പ്രവേശിച്ചും ആ മനുഷ്യന്റെ നാവിലൂടെ സംസാരിക്കുന്നത്? നീ അനുഭവിച്ചിട്ടില്ലേ, അത് കണ്ടിട്ടില്ലേ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മകനോട് ചോദിക്കുകയാണ്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വുജൂദുൽ ജിന്നി സാബിതുൻ ബിൽ ഖുർആനി വസുന്ന. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള സാബിത്തായ ഒരു വിഷയമാണ് ജിന്ന് ഉണ്ട് എന്നുള്ളത്. വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിലും ഇത്തിഫാഖുള്ള യോജിപ്പുള്ള ഒരു വിഷയമാണ് ജിന്ന് ഉണ്ട് എന്നുള്ളത്. വകദാലിക, അപ്രകാരം തന്നെ ദുഖൂലുൽ ജിന്നി ഫീ ബദനിൽ ഇൻസാനി സാബിതുൻ ബിത്തിഫാഖി അഇമ്മത്തി അഹ്ലി സുന്ന, അഹ്ലു സുന്നയുടെ ഇമാമുമാരുടെ അഭിപ്രായ ഐക്യമുള്ള ഒരു വിഷയമാണ് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും എന്നുള്ളത്. അതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. വഹുവ അംറുൻ മശ്ഹൂദുൻ മഹ്സൂസുൻ ലിമൻ തദബ്ബറഹു, അത് പലരും അറിഞ്ഞതാണ്, പലരും മനസ്സിലാക്കിയതാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളുവാനും സാധിക്കും. ഈ ജിന്ന് യദ്ഖുലു ഫിൽ മസ്റൂഅ്, ബോധരഹിതരായി വീഴുന്ന അല്ലെങ്കിൽ പിശാച് ബാധയുള്ള ആളുകളിൽ അവൻ പ്രവേശിക്കുന്നു. വയതകല്ലമു ബികലാമിൻ, ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നു. ലാ യഅരിഫുഹു ബൽ വലാ യദ്രി ബിഹി, ആ വ്യക്തി പോലും അറിയുന്നില്ല. എന്നിലേക്ക് ജിന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അത് എന്റെ സംസാരമല്ല, ജിന്നിന്റെ സംസാരമാണ്. ഞാൻ പോലും അറിയാതെ എന്റെ നാവിലൂടെ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഒട്ടകത്തെ അടിച്ചാൽ ചിലപ്പം ഒട്ടകം ചത്തുപോകും. ആ നിലക്ക് ആ വ്യക്തി അടിച്ചാൽ പോലും അവന് പലപ്പോഴും അറിയുന്നില്ല ജിന്ന് കയറി കഴിഞ്ഞാൽ. അങ്ങനെ ആ ജിന്ന് ബാധയേറ്റ വ്യക്തിയും അത് അറിയുന്നു പോലുമില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ എന്ന് ഇബ്നു തൈമിയ്യ ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖൗലുഹു തആല അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് ബാധയേറ്റവനെ പോലെയാണ് പരിശുദ്ധിരുന്നവൻ എണീറ്റ് വന്നു വരുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആ വചനവും വഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം മജ്റദം, മനുഷ്യ ശരീരത്തിലും രക്തമോടുന്ന എല്ലാ സ്ഥലങ്ങളിലും പിശാചും ചെന്നെത്തും എന്നുള്ള പ്രവാചകന്റെ വചനവും വഗൈറു ദാലിക തുടങ്ങിയ മറ്റുള്ള ഹദീസുകളും യുസബ്ദിഖുഹു, പിശാച് മനുഷ്യനിൽ പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ട് എന്നുള്ളതിനെ സത്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാക്കുന്ന തെളിവുകളാണ് എന്ന് ഇബ്നു തൈമിയ്യ വിശദീകരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് അർത്ഥം. ശരി, എന്തിനാണ് പിശാച് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ജിന്ന് മനുഷ്യനിൽ പ്രവേശിക്കുന്നത്? അതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം, അല്ലാഹു ആലം. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിനുള്ള കാരണങ്ങളിൽ ചിലത്, ഒന്ന് മനുഷ്യനോടുള്ള ശത്രുത കാരണം, മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം. മനുഷ്യന്മാരുണ്ടല്ലോ തമ്മിൽ ഉപദ്രവിക്കുന്ന ആളുകൾ, ചിലപ്പോൾ കാരണങ്ങളുടെ പേരിലായിരിക്കാം, ചിലപ്പോൾ കാരണമില്ലാതെയായിരിക്കാം, ചിലപ്പോൾ അസൂയ മൂലമായിരിക്കാം. അപ്പൊ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് പോലെ ജിന്നുകളിൽ നല്ലവരും ചീത്തവരുമുണ്ട്. ഞങ്ങളിൽ നല്ലവരുണ്ട്, നല്ലവരല്ലാത്തവരുണ്ട്, പല മാർഗം സ്വീകരിച്ചവരുണ്ട്. അപ്പൊ ഇങ്ങനെ ദുഷിച്ചവരായിട്ടുള്ള ഈ ജിന്നുകളാണ് മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. നല്ലവർ ഏതായാലും അത് ചെയ്യുകയില്ല. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ആൺ ജിന്നുകൾക്ക് സ്ത്രീകളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് പലപ്പോഴും സ്ത്രീകളിൽ പ്രവേശിക്കാറുണ്ട്. ഇത് ഹദീസിൽ വന്നതൊന്നുമല്ല, ആയത്തിൽ വന്നതുമല്ല. പണ്ഡിതന്മാരും ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരും വിശദീകരിച്ചു പോയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മനുഷ്യനെ പ്രയാസപ്പെടുത്താനും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുവാനും ചില ആളുകളുള്ള സ്നേഹത്തിന്റെ പേരിലും പലപ്പോഴും ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാറുണ്ട്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രവേശിച്ച ശേഷം ആ നേരെ പോകുന്നത് മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്കാണ്, അവന്റെ തലച്ചോറിലേക്കാണ്. അവിടെയാണ് അവന് പിടിമുറുക്കുന്നത്. ശേഷം ആ അവിടെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലൂടെ പ്രതിഫലിച്ചുകൊണ്ട് പുറത്തേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യനിലേക്ക് പിശാച് പ്രവേശിച്ച് അല്ലെങ്കിൽ ജിന്ന് പ്രവേശിച്ചതിനു ശേഷം അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ മനുഷ്യനിലൂടെ ചെയ്യുവാൻ അവനെ കൊണ്ട് സാധിക്കുന്നു. അപ്പോ ഇത് കാണുന്ന ആളുകൾക്ക് പ്രയാസമാണ്. ഈ ഒരു വ്യക്തി കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളും അവന്റെ സംസാര രീതികളും അവന്റെ ചലനങ്ങളും അവന്റെ മറ്റുള്ള കാര്യങ്ങളും കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തേ വേണ്ടുള്ളൂ, എങ്ങനെയെങ്കിലും ഈ അസുഖം മാറണം, എങ്ങനെയെങ്കിലും ഈ പ്രയാസം നീങ്ങണം. അതുകൊണ്ട് എന്ത് ചെയ്യും? കണ്ടിടത്തേക്കെല്ലാം ചെല്ലും, തോന്നിയിടത്തേക്കെല്ലാം ചെല്ലും. അത് വിശ്വാസപരമായ തെറ്റായ കാര്യമാണോ, ചെയ്യാൻ പറ്റുന്നതാണോ, ചെയ്യാൻ പറ്റാത്തതാണോ
അങ്ങനെയുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകാറില്ല. എന്റെ സഹോദരന്റെ, എന്റെ ഭാര്യയുടെ, എന്റെ ഭർത്താവിന്റെ, എന്റെ ഉമ്മയുടെ, വാപ്പയുടെ അസുഖം മാറണം, അത്ര ആളുകൾ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ അവൻ വിശ്വാസപരമായി വഴിപിഴക്കുന്നു. പിശാച് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. അപ്പോ പിശാച് മനുഷ്യനിലേക്ക് പ്രവേശിക്കും, എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് പല നിലക്കുള്ള പ്രയാസങ്ങളും അവർ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇങ്ങനെ ശാരീരിക അവയവങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകളോ രോഗമോ ഉണ്ടാകുമ്പോൾ അത് പിശാചബാധയിലൂടെ തന്നെയാണോ അതോ സാധാരണ നിലക്കുള്ള രോഗമാണോ എന്ന് വേർതിരിച്ചറിയണം. സാധാരണ നിലക്കുള്ള രോഗങ്ങളാണെങ്കിലും നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, അല്ലാത്ത രോഗമാണെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേ സാധാരണ രോഗങ്ങൾക്ക് മരുന്നുണ്ട്. ആധുനികമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ അതുകൊണ്ട് ചികിത്സിക്കുവാനും അവന്റെ രോഗം മാറ്റിയെടുക്കുവാനും സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കാം? പരിശോധനയിലൂടെ. ഒരുപാട് പരിശോധനാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെ പരിശോധിച്ചുകൊണ്ടും രോഗമാണോ അല്ലേ എന്ന് അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുശേഷമാണ് ഇത് ജിന്നബാധയാണ് അല്ലെങ്കിൽ പിശാച് ബാധയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കിനും അതൊക്കെ ജിന്നബാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുവാനും പാടില്ല. കാരണം ഇന്ന് സമൂഹത്തിൽ ഈ ഒരു വിഷയത്തെ മുതലെടുത്തുകൊണ്ട് പലപ്പോഴും മറ്റുള്ള ആളുകളെ വഴിപഠിപ്പിക്കുവാനും സ്വന്തം കീശ വീർപ്പിക്കുവാനും വേണ്ടി പല ആളുകളും ആത്മീയമായി കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടു നടക്കാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എല്ലാം ജിന്നുബാധയാണ്, എല്ലാം പിശാച് ബാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുവാനും പാടില്ല. ശരിക്കും അത് ബാധിച്ചിട്ടുള്ള വ്യക്തിയെ പരിശോധിക്കുകയും ചികിത്സയ്ക്ക് വിധേയമാക്കുകയും എന്നിട്ടത് ശാരീരികമായ രോഗമാണോ അതോ പൈശാചികമാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക തന്നെ വേണം. ഒരു ശരീരത്തിൽ, ഒരു മനുഷ്യനിൽ ഈ ജിന്നബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങൾ രണ്ട് രൂപത്തിലാണ് പ്രകടമാകുന്നത്. ഒന്ന് ഉറക്കില്, മറ്റൊന്ന് ഉണർവിൽ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇത് ബാധിച്ച വ്യക്തികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉറക്കിലും അതിന്റെ അടയാളങ്ങൾ പ്രകടമാകും, ഉണർവിലും അതിന്റെ അടയാളങ്ങൾ പ്രകടമാകും. ഉണർവില് ശക്തമായ തലവേദന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രോഗമാണോ അല്ല എന്ന് പരിശോധിക്കണം. അതല്ലാത്ത നിലക്ക് ചില ആളുകൾക്ക് എപ്പോഴും തലവേദന, ഡോക്ടർ പരിശോധിക്കുന്നു, ഡോക്ടർ പറയുന്നു പ്രത്യേകമായ അസുഖമൊന്നും കാണുന്നില്ല, കാരണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, അടയാളങ്ങളും കാണുന്നില്ല. എന്നിട്ടും ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടും ചിലപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ടും യാതൊരു ബന്ധവും മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗമല്ല എന്ന് ഡോക്ടർ വിധി എഴുതുകയാണ്. അങ്ങനെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, ശക്തമായ തലവേദന. അതേപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമാണ് പിശാച് ബാധയുടെ, ജിന്നുബാധയുടെ. മറ്റൊന്ന് ദൈവസ്മരണയോടും അതേപോലെ നമസ്കാരം തുടങ്ങിയ ഇബാദത്തുകളോടുള്ള അവഗണന. ചില ആളുകൾക്ക് ഇപ്പൊ സാധാരണ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, എന്നും കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി, ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്തിരുന്ന ഒരു സഹോദരൻ, പെട്ടെന്ന് അവൻ അതെല്ലാം മാറ്റിവെക്കുക. നമസ്കരിക്കാൻ താല്പര്യം തോന്നുന്നില്ല, അവന് ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം അവഗണന തോന്നുകയും എന്നിട്ട് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുന്ന പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അതും ഈ ജിന്നുബാധയുടെ ഭാഗമായി കൊണ്ടാണ്. അതേപോലെ ചില ആളുകളിൽ അത് കാണുന്ന മറ്റൊരു അടയാളമാണ് ശക്തമായ അലസത. എനിക്കൊന്നിനും വയ്യ, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ എല്ലാം നശിച്ചവനാണ്, ഞാൻ ആകെ തളർന്നവനാണ് എന്നൊരു സ്വയം തോന്നൽ. അങ്ങനെ ആ നിലക്കവൻ തന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ അലസതയോടെ, മടിയോടെ ഒരു ഭാഗത്ത് തനിച്ചിരിക്കുന്നു. ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല, അവനോട് ആരെങ്കിലും അവൻ സംസാരിക്കുന്നതും അവന് ഇഷ്ടമല്ല. അങ്ങനെ തനിക്ക് ഒരു പരിപൂർണമായ അലസത ബാധിച്ചുകൊണ്ട് മടിയോടുകൂടി ഒരു ഭാഗത്തിരിക്കുന്ന ചില പ്രവണത, അതും ഇതിനുള്ള അടയാളമാണ്. ചില ആളുകൾ ഇത് വല്ലാണ്ട് ശക്തമായി വരുമ്പോൾ അപസ്മാര രോഗം പോലെ താഴെ വീഴാറുണ്ട്, അവർ കൈകാലിട്ട് അടിക്കാറുണ്ട്, പലതും വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ വായിൽ നിന്ന് ചിലപ്പോൾ നുരയും പതയും വരാറുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള അടയാളങ്ങളാണ് പണ്ഡിതന്മാര് ജിന്നുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണർവിൽ പ്രകടമാകും എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത്. ഇനി ഉണർവ് പോലെ തന്നെ ഉറക്കത്തിലും ചില അടയാളങ്ങളൊക്കെ പ്രകടമാകാറുണ്ട്. അതിൽ ഒന്നാണ് ഈ ചില വ്യക്തികൾ, ജിന്നുബാധ ഉള്ള വ്യക്തികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ പല്ല് കടിച്ചുകൊണ്ടേയിരിക്കും. അത് ആ രോഗത്തിന്റെ ഒരു ഭാഗമാണ്. സാധാരണ ചില ആളുകൾ ചിലപ്പം ഒന്ന് പല്ല് കടിക്കാറുണ്ട്, അതല്ല സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ശക്തമായ നിലക്ക് അവൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും അവന്റെ മുഖത്തിന്റെ രൂപവും ഭാവവും എല്ലാം മാറി വികൃതമായ ഒരു മുഖരൂപം വന്ന് അവനിങ്ങനെ പല്ല് കടിച്ചുകൊണ്ടേയിരിക്കും. ഇത് അതിന്റെ ഒരു അടയാളമാണ്. ചില ആളുകൾ എണീറ്റ് നടക്കും. ഉറങ്ങാൻ കിടന്നാൽ അത് സ്വാഭാവികമായും പ്രകൃത്യ ഉണ്ടാകുന്നവരിൽ ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഒന്ന് എണീറ്റ് നടക്കും. അതല്ല, പിശാച് ബാധയിലൂടെ അവൻ വിജനമായ സ്ഥലങ്ങളിലേക്ക് എണീറ്റ് പോകുന്നു.
തനിച്ച് ഒറ്റക്ക് ഒരുപാട് അകന്നുകൊണ്ട് ദൂരേക്ക് അവൻ മാറിപ്പോകുന്നു. അവൻ ഒന്നും അറിയുന്നില്ല. പോയ വ്യക്തി അതേപോലെ തിരിച്ചു വന്നും അവൻ തന്റെ സ്ഥാനത്ത് കിടക്കുന്നു. ആര് ചോദിച്ചാലും അവനൊന്നും അറിഞ്ഞിട്ടില്ല, പോയതും അറിഞ്ഞിട്ടില്ല, വന്നതും അറിഞ്ഞിട്ടില്ല. ഇത് പിശാച് ബാധയുടെ, ജിന്ന് ബാധയുടെ ഉറക്കത്തിലുണ്ടാകുന്ന അടയാളമാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരുന്നില്ല. ഉറക്കില്ലാത്ത ആളുകളുണ്ട്, അതല്ല പറയുന്നത്, ഒരു രോഗം വേറെ. പക്ഷെ പിശാച് ബാധയിലൂടെ ചില ആളുകൾ തീരെ ഉറക്കം വരാത്ത അവസ്ഥയും കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ തനിക്ക് ഞെരുക്കമുണ്ടാക്കുന്ന, ഉറങ്ങാൻ കിടന്നാൽ വളരെ പ്രയാസമുണ്ടാക്കുന്ന പല ചിന്തകളും മനസ്സിലേക്ക് വരിക. എന്നിട്ട് ആരെയൊക്കെയോ സഹായത്തിന് വിളിക്കുന്ന പോലെ അവനിങ്ങനെ മനസ്സിങ്ങനെ വെമ്പ് രക്ഷിക്കാൻ വേണ്ടി പല ആളുകളെയും വിളിക്കുന്ന പോലെ, പക്ഷെ വിളിക്കാൻ കഴിയില്ല. അങ്ങനെ അവനിങ്ങനെ ശരീരം കൊണ്ട് എരിപിരി കൊള്ളുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഇതൊന്നും ആയത്തിലും ഹദീസിലും വന്നതല്ല. പണ്ഡിതന്മാര് ഈ ബാധയുള്ള ആളുകളെ പരിശോധിച്ച ശേഷം അവരിലൂടെ മനസ്സിലാക്കിയെടുത്ത, അവരിലൂടെ കണ്ടിട്ടുള്ള അടയാളങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയെന്ന് മാത്രം. ഇങ്ങനെ പിശാച് ബാധ, ജിന്ന് ബാധ മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണർവിലും ഉറക്കിലും ചില അടയാളങ്ങളൊക്കെ പ്രകടമാകും. ഇനി സഹോദരന്മാരെ, ചില ഈ ബാധയുടെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. ഒന്ന്, ശരീരം മുഴുവൻ പൈശാചിക ബാധയ്ക്ക് വിധേയനാവുക, ശരീരം മുഴുവൻ തകർന്നു പോവുകയാണ്. ആ മനുഷ്യന്റെ ജീവിതം മൊത്തം അങ്ങനെ നശിച്ചു പോകുന്നു. അതിന് പറയാം മസ്സുൻ കുല്ലി എന്നാണ്, മുഴുവനായിക്കൊണ്ടും പിശാചിന്റെ ബാധ ഉണ്ടാകുന്ന രീതി. മറ്റൊന്ന് മസ്സുൻ ജുസ്ഇയ്യുൻ, ശരീരത്തിലെ ഏതെങ്കിലും പ്രത്യേകമായ അവയവങ്ങളെ മാത്രം ബാധിക്കുന്ന ബാധ, അതിന് മസ്സുൻ ജുസ്ഇ എന്നാണ് പറയാം. മറ്റൊന്ന് മസ്സുൻ ദായിമുൻ, ദീർഘകാലം നീണ്ടു നിൽക്കുന്നത്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ബാധകൾ. മറ്റൊന്ന് മസ്സുൻ ത്വായിഫുൻ, ചില പ്രത്യേകമായ സമയങ്ങളിൽ മാത്രം ഉണ്ടാകുന്നത്. എല്ലാ സമയത്തും ഉണ്ടാവൂല, ചില ആളുകൾക്കും ചില സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം, ചില വീടുകളിൽ എത്തുമ്പോൾ മാത്രം, ചില സമയങ്ങളിൽ മാത്രം. അങ്ങനെ പല നിലക്കുള്ള ബാധകളും ഉണ്ടാകാറുണ്ട്. ഇനി ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പിശാച് ബാധ അല്ലെങ്കിൽ ജിന്ന് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചികിത്സയുണ്ട്. ആ ചികിത്സയുടെ രീതികൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഹലാലായ രീതിയും മറ്റൊന്ന് ഹറാമായ രീതിയും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമായ രീതിയിലേക്കാണ് ഒരിക്കലും നീങ്ങാൻ പാടില്ല. ഹലാലായ രീതിയിലൂടെയാണ് ചികിത്സിക്കേണ്ടത്. അല്പം ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചികിത്സിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. ആരായിരിക്കണം ചികിത്സിക്കേണ്ടത്? ജിന്നുബാധയുള്ള ഒരു വ്യക്തിയെ ചികിത്സിക്കേണ്ടത് ആരാണ്? പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, അമലും കൗലും ഏകദൈവ വിശ്വാസത്തിന്റെ, അമലിലും കൗലിലും ഏകദൈവ വിശ്വാസത്തിന്റെ വക്താവായിരിക്കണം എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന, ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന, ശിർക്കിലൂടെ ചികിത്സിക്കുന്ന ആളുകളെ ഒരിക്കലും ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം ബാധയുള്ള ആളുകളുമായി സമീപിക്കുവാൻ പാടില്ല. വാക്കിൽ ഏകദൈവ വിശ്വാസിയായിരിക്കണം, പ്രവർത്തനത്തിലും ഏകദൈവ വിശ്വാസിയായിരിക്കണം. അങ്ങനെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഏകദൈവ വിശ്വാസം നന്നായി മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കണം ചികിത്സിക്കേണ്ടത്. രണ്ടാമത്തേത്, പണ്ഡിതന്മാർ പറയുന്നു, സലഫു സ്വാലിഹുകളുടെ വിശ്വാസത്തിലും അടിയുറച്ചവനായിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും മലക്കുകളെ സംബന്ധിച്ചും ആലമുൽ ഗൈബിനെ സംബന്ധിച്ചും എല്ലാം മുൻഗാമികളായിട്ടുള്ള സച്ചരിതരുടെ മാർഗം എന്താണോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അത് മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കണം ചികിത്സിക്കേണ്ടത്. പിന്നെ ജിന്ന് പിശാചുക്കളുടെ അവസ്ഥകളെ കുറിച്ച് നന്നായി അറിയുന്ന ആളായിരിക്കണം. അവരെ കുറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിച്ചിട്ടുള്ള, കാരണം ചികിത്സിക്കുമ്പോൾ അതിന് വേണ്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, എന്താണ് ജിന്ന്, എങ്ങനെയാണ് ജിന്ന്, ഏതെല്ലാം നിലക്കുള്ള ജിന്നുകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരിക്കണം ചികിത്സ നിർവഹിക്കേണ്ടത്. അടുത്തത്, പിശാചിന് മനുഷ്യനിൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഹറാമുകൾ നിന്ന് വിട്ടുനിൽക്കുന്ന ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ പലിശ വാങ്ങുന്ന, ഹറാമ് സമ്പാദിക്കുന്ന, അനാവശ്യം പറയുന്ന, തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല ചികിത്സിക്കേണ്ടത്. കാരണം എന്താ? ഈ ചികിത്സ ഇവിടെ നിർവഹിക്കുമ്പോൾ പിശാച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ചികിത്സിക്കുന്ന വ്യക്തിയുടെ ശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഈമാൻ കൊണ്ടാണ് പിശാച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ചികിത്സ നിർവഹിക്കേണ്ടത് ഈമാനുള്ളവരായിരിക്കണം. ഇതിന്റെ പേരിൽ പലപ്പോഴും സമൂഹത്തിൽ തട്ടിപ്പുകൾ നടക്കാറുണ്ട്, ആത്മീയമായ വ്യാജ ചികിത്സകൾ നടക്കാറുണ്ട്. അതിന്റെ പേരിൽ പല തെറ്റിദ്ധാരണകളും ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് പലപ്പോഴും കടന്നു വരുമ്പോൾ ശരിയായ സത്യം പോലും അതിൽ മറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസമുള്ള, യഥാർത്ഥമായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല ആളുകളായിരിക്കണം ചികിത്സ നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ സദാസമയവും ചെല്ലാനുള്ള ദിക്റുകൾ കൃത്യമായി ചൊല്ലുന്ന ആളായിരിക്കണം. ഇതൊക്കെ പണ്ഡിതന്മാർ എണ്ണി പറയാം. എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ദിക്റുകൾ, അതേപോലെ ഉറങ്ങുമ്പോഴുള്ള ദിക്റുകൾ, അങ്ങനെ അള്ളാഹുമായി എത്ര
എത്രത്തോളം അടുത്ത ആളാണോ അങ്ങനെ അടുത്ത ആളായിരിക്കണം ഈ ചികിത്സ നിർവഹിക്കേണ്ടത്. ആ കാരണം അത്തരം ആളുകളെ പിശാചിന് ഭയമാണ്. അതുകൊണ്ടാണ് ഉമർലാനെ കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറേ, നീ ഒരു വഴിയിലൂടെ വരുന്നത് കണ്ടാൽ പിശാച് ആ വഴി വിട്ട് വേറെ വഴി കൂടെ ഓടിപ്പോകും രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ അത് ചികിത്സ നിർവഹിക്കുന്ന ആളുകളുടെ ഈമാനികാവസ്ഥ അത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളെ വേണം ചികിത്സക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ. ഇനി സഹോദരങ്ങളെ, ചികിത്സക്ക് 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം ചികിത്സക്ക് മുമ്പുള്ളതാണ്. ഈ ജിന്നുബാധയുള്ള ആളുകളെ കൊണ്ടുവരപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ആ വ്യക്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഈമാനികമായ അന്തരീക്ഷം ആ വ്യക്തിയുടെ വീട്ടിലുണ്ടാക്കണം. അതായത് ആ വ്യക്തിയുടെ വീട്ടിൽ പിശാചിന് ഇഷ്ടമുള്ള പല വസ്തുക്കളുണ്ട്, അതൊക്കെ എടുത്തു മാറ്റണം. നായ വളർത്താൻ പാടില്ല, ഇസ്ലാം നിരോധിച്ചതാണ്. ചിത്രങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. സംഗീതങ്ങൾ ഒഴിവാക്കണം, മ്യൂസിക്. ഇങ്ങനെ പിശാചിനും അടുക്കാൻ സാധ്യതയുള്ള അവന് താല്പര്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ വീട്ടിൽ നിന്ന് മാറ്റി ഒരു ഈമാനികമായ അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയ ശേഷമാണ് ചികിത്സ തുടങ്ങേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം, ആ വ്യക്തിയിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിലോ ഏതെങ്കിലും ആളുകളിൽ ഐക്കല്ല്, നൂല്, ഏലസ്, ഉറുക്ക് തുടങ്ങിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഊരിയെടുക്കണം. എന്നിട്ട് വേണം ചികിത്സിക്കാൻ. സാധാരണ നടക്കുന്ന ചികിത്സകളിൽ അത് ആദ്യം വെച്ച് കെട്ടല, അതാണ് തെറ്റായ ചികിത്സ. അത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന് സമൂഹത്തിന് വേർതിരിച്ച് പഠിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മിണ്ടാണ് നടക്കലല്ല. അപ്പൊ ഐക്കല്ല്, ഏലസ് തുടങ്ങി അങ്ങനെ ശിർക്കിലേക്ക് നയിക്കുന്ന ആ വസ്തുക്കളെല്ലാം മാറ്റിയെടുക്കണം. പിന്നെ ഈ ജിന്നുബാധയുള്ള ആ വ്യക്തിക്ക് അവന്റെ മനസ്സ് അള്ളാഹുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ അഖീദയെ കുറിച്ച് നന്നായി മനസ്സിലാക്കി കൊടുക്കണം. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിൽ നിന്നാണ് രോഗം കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്, രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെ പല നിലക്കും തൗഹീദുമായി അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. ക്ഷമിക്കാൻ അവനോട് ആവശ്യപ്പെടണം, അള്ളാഹുൽ തവക്കുൽ ചെയ്യാൻ ആവശ്യപ്പെടണം. ഇത്തരം തൗഹീദിന്റെ അഖീദയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ സ്ത്രീയെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ശരീരം കൃത്യമായി മറഞ്ഞിരിക്കണം. സ്ത്രീയുടെ ശരീരം കൃത്യമായി മറഞ്ഞിരിക്കണം. ആ സ്ത്രീയുടെ കൂടെ മഹറമും ഉണ്ടായിരിക്കണം. മഹറമല്ലാത്ത വേറൊരാളും അവിടെ ഉണ്ടാകുവാനും പാടില്ല. കാരണം ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ചികിത്സ നിർവഹിക്കുമ്പോൾ അവർ വീണു എന്ന് വരാം, വിറച്ചു എന്ന് വരാം, അപ്പോൾ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി എന്ന് വരാം. അതുകൊണ്ട് മഹറമല്ലാത്ത ഒരാളും അവരുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്നുള്ള നിബന്ധന കൂടി പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചികിത്സയുടെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, ഈ രോഗം ബാധിച്ച വ്യക്തിയിൽ ചികിത്സ ആരംഭിക്കുകയാണ്. ആ ചികിത്സ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടാണ്. ഏത് വചനങ്ങളാണ് പാരായണം ചെയ്യേണ്ടത്? ഇന്ന വചനം പാരായണം ചെയ്യണമെന്ന് ഹദീസിൽ വന്നിട്ടില്ല. ഖുർആൻ മുഴുവൻ ശിഫയാണ്, ഏത് വചനവും പാരായണം ചെയ്യാം. പക്ഷെ ചില പണ്ഡിതന്മാര് ചില പ്രത്യേകമായ ആയത്തുകളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് അവരുടെ ഇജ്തിഹാദ് മാത്രമാണ്. അത് അവർക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അതായത് ജിന്നി പിശാചുക്കളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, സ്വർഗ നരകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അള്ളാഹുവിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ആ നിലക്കുള്ള ചില ആയത്തുകളൊക്കെ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ടും പണ്ഡിതന്മാർ അത് ഓതാം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഹദീസിലൂടെ ഇന്നതേ ഓതാവൂ എന്ന നിലക്ക് വന്നതുകൊണ്ടല്ല, മറിച്ച് അവർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള ആ ഇജ്തിഹാദിന്റെ ഭാഗമായി കൊണ്ട് മാത്രമാണ്. ഇനി അങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഏതു വചനവും പാരായണം ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് ചില ഹദീസുകളാണ്. ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളുമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ അങ്ങനെ ഈ ആയത്തുകളും അതേപോലെ ഈ മന്ത്രങ്ങളും അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പിശാച് ബാധയുള്ള ജിന്നുബാധയുള്ള വ്യക്തിയിൽ 2 അവസ്ഥകൾ കാണാൻ കഴിയും. ഒന്ന്, പിശാച് ബാധ ചിലപ്പോൾ മാറിയേക്കാം, പിശാച് ഇറങ്ങിപ്പോകുന്നു, പിശാച് ഒഴിഞ്ഞു പോകുന്നു, അവന്റെ അസുഖം പരിപൂർണമായി മാറുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു രീതിയും ആ വ്യക്തിയിൽ നിന്ന് അത് ഇറങ്ങിപ്പോകുന്നില്ല. അവന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് പിശാചിന് ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അത് ചലിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വ്യക്തിയുടെ നാവിലൂടെ പിന്നെ പരിചയമില്ലാത്ത സംസാരങ്ങൾ വരാൻ തുടങ്ങും, അവനക്ക് അറിയാത്ത ഭാഷകൾ വരാൻ തുടങ്ങും. കാരണം ജിന്നിന്റെ സംസാരമാണ്, അവൻ ശരീരത്തിൽ ഇളകി മറിയുകയാണ്. അപ്പൊ ചിലപ്പോൾ ഈ വ്യക്തി നല്ല ഉച്ചത്തിൽ ഓരിയിടും, അവൻ ഇളകി മറിയും, ചിലപ്പോൾ വിറക്കും, അവൻ ബോധം കെട്ടു വീഴും. പല ലക്ഷണങ്ങളും കാണാറുണ്ട്. അങ്ങനെ കണ്ടാൽ ചെയ്യേണ്ടത് എന്താ? വീണ്ടും ഓതുക തന്നെ, വേറൊന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഖുർആൻ പാരായണം പിശാചിന്റെ വെറുപ്പാണ്. അത് കേട്ടിട്ടും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം.
പക്ഷെ സാധാരണ ചെയ്യാറുള്ളത് എന്താ? പിശാചിന് ഇഷ്ടമുള്ള എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുക, അപ്പൊ വേഗം ഇറങ്ങിപ്പോകും. പിശാചിനെ തൃപ്തിപ്പെടുത്തിയിട്ടല്ല ജിന്നുബാധയും പിശാച് ബാധയും ഒഴിവാക്കേണ്ടത്. മറിച്ചും പിശാചിന് വെറുപ്പുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ദിക്റുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അള്ളാഹുവിന്റെ കലാമുകൾ, അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള മന്ത്രങ്ങളും അത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക തന്നെ വേണം. അങ്ങനെയാണ് പിശാചിനെ ഒഴിക്കേണ്ടത്. ഇതും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം, ചികിത്സയുടെ മൂന്നാമത്തെ ഘട്ടം, അവന്റെ അസുഖം മാറിയാലും ശരി ഇല്ലെങ്കിലും ശരി ആ വ്യക്തിയോട് ചില കാര്യങ്ങളൊക്കെ ഉപദേശിക്കാം. ഇനി അഥവാ മാറിയിട്ടുണ്ടെങ്കിലും വീണ്ടും പിശാചിന്റെ ബാധ ഇല്ലാതിരിക്കാനും വീണ്ടും പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അവൻ വീട്ടിൽ പാലിക്കേണ്ടുന്ന ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ജമാഅത്തായ നമസ്കാരം നിർവഹിക്കുക. ഇനി നമ്മുടെ ഈ വീട്ടിൽ സംഗീതം പോലുള്ള ഹറാമായ വിഷയങ്ങൾ കടന്നു വരാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഒളു എടുക്കണം. വീട്ടിലെപ്പോഴും ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഈ നിലക്ക് പിന്നെ അവന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പതിവാക്കുവാനും അവനോട് ആവശ്യപ്പെടുകയും വേണം. അപ്പോ പറഞ്ഞു വന്നത്, മനുഷ്യനിൽ ജിന്നുബാധ എന്ന് പറയുന്നത് അതൊരു സത്യമാണ്. ഖുർആനും പഠിപ്പിച്ചു, ഹദീസും പഠിപ്പിച്ചു. അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരും അത് വിശദീകരിക്കുകയും ചെയ്തു. അതിൽ അമിതമായി നമ്മളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഉള്ള കാര്യത്തെ മറച്ചു വെക്കേണ്ട ആവശ്യവുമില്ല. അത് ബാധിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അത് റബ്ബിന്റെ ഇതിനോടും അവന്റെ അനുമതിയോടും കൂടി മാത്രമാണ്. റബ്ബ് മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചത് തന്നെ ലിയബ്ലുവക്കും, പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട. പരീക്ഷണം പല രൂപത്തിലായിരിക്കാം. ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരുമ്പോ ആ മനുഷ്യന് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു പരിശോധന അത് നടത്തുകയാണ്. പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്, ജിന്നിനെ ഇറക്കാൻ വേണ്ടി ശിർക്കൻ ആചാരങ്ങളും ഹറാമായ ചികിത്സാ രീതികളും ചികിത്സാ മുറകളും പല ആളുകളും സ്വീകരിക്കാറുണ്ട്. ജിന്നിന്റെ പേരിൽ അറുക്കുക, അതുപോലെ കൂടോത്രങ്ങള്, ജപഹോമാദികള്, അഗ്നിപൂജകള്, മുട്ടറുക്കല്, ഐക്കല്ല്, ഏലസ്, മ്യൂസിക് തെറാപ്പി, നരബലി തുടങ്ങിയ പല കാര്യങ്ങളും സമൂഹത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെ ചെയ്താൽ തൃപ്തിയായി, പിശാച് സന്തോഷവാനായി, അപ്പൊ അവൻ ഇറങ്ങിപ്പോകുന്നു, അവന്റെ ബാധ ഒഴിയുന്നു, അവൻ പിന്നെ ശല്യപ്പെടുത്തൂല്ല. അപ്പൊ ആ നിലക്കല്ല നമ്മൾ അസുഖങ്ങൾ മാറ്റേണ്ടത്. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ ദിക്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, പിശാചിന് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചികിത്സകൾ നിർവഹിക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് എന്താണ് ഇസ്ലാമിലെ മന്ത്രം, അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഏതെല്ലാമാണ് മന്ത്രങ്ങൾ എന്നതിനെ സംബന്ധിച്ചു കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കുവാനും നമുക്കിവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ റഹീമനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.